പ്രവർത്തന ശൈലി ഉണ്ടായത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാണിച്ചു തന്നതുകൊണ്ടോ സഹാബികൾ അങ്ങനെ കാണിച്ചു തന്നതുകൊണ്ടോ അല്ല. എന്ന് പറഞ്ഞാൽ വീട്ടിലൊരാൾ കയറിയിട്ട് ദഅവത്ത് നടത്തിയാൽ തെറ്റാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് മാത്രമാണ് യഥാർത്ഥ പ്രബോധന രീതി. മറ്റുള്ള പ്രബോധന രീതികളൊന്നും പ്രബോധന രീതികളല്ല എന്ന നിലക്കാണ് ഇപ്പോൾ തബ്ലീഗ് ജമാഅത്തുകാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ലാസും ക്യാമ്പും സെമിനാറും പത്രപ്രവർത്തനവും ദഅവത്തിന്റെ വിവിധങ്ങളായ മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. പക്ഷേ വീടുകൾ തോറും കയറിയുള്ള ഈ ദഅവത്ത് മാത്രമാണ് യഥാർത്ഥ ദഅവത്ത്, മറ്റുള്ളതൊന്നും ദഅവത്തല്ല എന്ന് ഇവർ വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദഅവത്തിന്റെ രീതികൾ ഇങ്ങനെ പല രീതികളും ദഅവത്ത് നടത്താം. പള്ളികളിൽ ക്ലാസ് നടത്താം, സമ്മേളനങ്ങൾ നടത്താം, യോഗകൾ നടത്താം, വ്യക്തികളെ നേരിട്ട് കണ്ടിട്ടാവാം, റേഡിയോയിലൂടെ ദഅവത്താവാം, പത്രങ്ങളിലൂടെ ദഅവത്താകാം, ഒക്കെ ആവാം. അതിനൊരു രീതിയാണ്. മറ്റൊരു രീതിയാണ് വീടുകൾ തോറും കയറിയുള്ള ദഅവത്തും. അതിൽ സംശയമില്ല. പക്ഷേ ദഅവത്തിൽ ഇവർ പ്രചരിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണ്? അതാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്ന വിഷയങ്ങൾ? ഇവർ കൊണ്ടു നടക്കുന്ന ഈ തഅലീം കിതാബ് മാത്രം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും തബ്ലീഗ് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ എന്താണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇല്യാസ് അറിയപ്പെട്ട ഒരു പണ്ഡിതനോ വലിയ വിജ്ഞാനിയോ ഒന്നും ആയിരുന്നില്ല. ദഅവത്തിനുള്ളൊരു ഉത്സാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് മാത്രം. അദ്ദേഹം കറകളഞ്ഞ ഹനഫി ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു സൂഫി തരീഖത്ത് സ്വീകരിച്ച വ്യക്തിയും കൂടിയായിരുന്നു. അങ്ങനെയുള്ള സൂഫിയും ഹനഫിയുമായ മുഹമ്മദ് ഇല്യാസ് ഉണ്ടാക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ മൂത്താപ്പയുടെ മകനായ സക്കരിയ സാഹിബ് ഈ ഇല്യാസിന്റെ മരണശേഷം ഇത് ഏറ്റെടുത്ത് അദ്ദേഹം ഇത് എഴുതി പ്രചരിപ്പിച്ച് ഇങ്ങനെ പുസ്തകങ്ങളാക്കുകയും ആ പുസ്തകങ്ങൾ തന്നെ ദഅവത്ത് വായിക്കണം എന്ന് നിബന്ധന വെക്കുകയും ചെയ്തു. പക്ഷേ സൗദി അറേബ്യയിലോ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലോ അവർ ഈ ബുക്ക് വായിക്കാൻ നിൽക്കില്ല. ഈ ബുക്ക് കണ്ട ഒറ്റൊന്നും ഞങ്ങൾ കേട്ടില്ല, പള്ളിയിൽ എടുത്ത് പുറത്തെറിയും. അപ്പൊ അതുകൊണ്ട് അവിടെ റിയാദുസ് സാലിഹീൻ എന്ന ഇമാം നബവിയുടെ ഹദീസ് സമാഹാരമാണ് തബ്ലീഗുകാർ വായിക്കുക. അവിടെ ഈ ഫളായിൽ അഅ്മാൽ വായിക്കില്ല, സൗദി അറേബ്യയിലൊന്നും വായിക്കില്ല. ഇപ്പൊ ചില ആളുകളൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസ് തബ്ലീഗിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. ശരിയാണ്, ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഇവർ ചെന്ന് പറഞ്ഞത് ഞങ്ങൾ റിയാദുസ് സാലിഹീൻ ഇങ്ങനെ കൂടിയിരുന്ന് വായിക്കുകയാണ്. ഇത് കണ്ണു കാണുമല്ലോ, പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളിങ്ങനെ റിയാദുസ് സാലിഹീൻ കൂടിയിരുന്ന് വായിക്കുകയാണ്, ഞങ്ങളിങ്ങനെ ആളുകളെ പോയിട്ട് തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്, വീടുകൾ തുറക്കുക, അമനും ജമീൽ നല്ല പ്രവർത്തനമല്ലേ എന്ന് പറയും. പക്ഷെ അവരെ ഫളായിൽ അഅ്മാൽ എന്ന് അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തിരുന്നെങ്കിലോ, ഫളായിൽ അഅ്മാൽ അവിടെ അറബിയിലേക്ക് എന്താ വിവർത്തനം ചെയ്യാത്തത്? ഈ ലോകത്തെ എല്ലാ ഭാഷയിലും ഫളായിൽ അഅ്മാൽ വാങ്ങാൻ കിട്ടും. ഏതാണ്ട് എല്ലാ ഭാഷയിലും. മലയാളത്തിലുണ്ട്, ഉറുദു ആണ് ഇതിന്റെ മൂലം, ഇംഗ്ലീഷിലുണ്ട്, കന്നഡത്തിലുണ്ട്, തമിഴിലുണ്ട്, ഒക്കെ ഉണ്ട് അല്ലെ? കന്നഡത്തിലുണ്ട് ഫളായിൽ അഅ്മാൽ ഇറങ്ങിയിട്ടില്ലേ? തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഈ പുസ്തകം എന്താ അറബിയിലേക്ക് വിവർത്തനം ചെയ്യാത്തത്? അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് അങ്ങനെ തന്നെ വിവർത്തനം ചെയ്ത് അവരെ കള്ളി പൊളിയും. പിന്നെ അവർക്ക് സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിലൊന്നും പള്ളികളിൽ കയറി പ്രവർത്തിക്കാൻ പറ്റൂല. അത്രയും ഖുറാഫാത്തുകൾ നിറഞ്ഞൊരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഫളായിൽ അഅ്മാൽ എന്ന പുസ്തകം. ആ പുസ്തകം മാതുരീദി ഹനഫി വിശ്വാസക്കാരനും 4 തരീഖത്തിലെ ഗുരുവുമായ സക്കരിയ സാഹിബ് രചിച്ചിട്ടുള്ളത്. സൂഫി തരീഖത്തുകളുടെ എല്ലാ കിറുക്കുകളും ഈ പുസ്തകത്തിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. സൂഫിയാക്കൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതിനെയൊക്കെ ഈ പുസ്തകത്തിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രബോധന രംഗത്ത് പ്രവാചകന്മാരുടെ മാതൃക, അഹ്ലുസുന്നത്തിന്റെ മാതൃക കൈയൊഴിച്ച് സ്വന്തമായ ഒരു രീതി ഉണ്ടാക്കുകയാണ് തബ്ലീഗ് ജമാഅത്തുകാർ ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് തൗഹീദുമായി ബന്ധപ്പെട്ട ദഅവത്ത് അവർക്ക് ഇല്ലേ ഇല്ല. ദഅവത്തിൽ മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടത് ഏതിനാണ്? തൗഹീദിനാണ്. അമ്പിയാക്കളൊക്കെ മുഖ്യ സ്ഥാനം കൊടുത്തത് തൗഹീദിനാണ്. അമ്പിയാക്കൾ വന്ന നാട്ടിൽ എന്തെല്ലാം സമ്മാനിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മക്കയിൽ വ്യഭിചാരം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മക്കയിൽ ഓരോ വീട്ടിലും ഇവിടെ ഒരു വേശ്യയുണ്ടെന്നറിയാൻ വേണ്ടി ഒരു കൊടി നാട്ടി വെച്ചിരുന്നു ബുഖാരിയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ഓരോരുത്തരും സ്വന്തം ഭാര്യമാരെ അവിടുത്തെ പ്രബലന്മാർക്ക് വിട്ടുകൊടുക്കും, അവരിൽ നിന്ന് ഗർഭിണിയാകാൻ വേണ്ടി, നല്ല കുട്ടികൾ ജനിക്കാൻ വേണ്ടി. അതുവരെ ഇയാൾ അവളെ സ്പർശിക്കുകയില്ല. മാത്രമല്ല വേശ്യ പെണ്ണുങ്ങൾ ഗർഭിണികളായാൽ അവരെ സമീപിച്ചവരെയൊക്കെ കൊണ്ടുവന്നിട്ട് മലർത്തി കിടത്തിയിട്ട് അവരെ കാലിനടി പരിശോധിക്കും. എന്നിട്ട് ഈ പെണ്ണിന്റെ കുട്ടി പ്രസവിച്ച കുട്ടിയുടെ കാലും പരിശോധിക്കും. ഇത് ഇന്നയാളെ കുട്ടിയാണ് എന്ന് അത് സംബന്ധമായി പഠനം നടത്തിയ ആളുകൾ തെളിയിച്ചാൽ അയാളെ അവളെയും കൂടി കെട്ടിച്ചു കൊടുക്കും. ഇതെല്ലാം ജാഹിലിയ്യ കാലത്ത് നടന്നിരുന്ന സമ്പ്രദായങ്ങളാണ്. വ്യഭിചാരം അവിടുത്തെ അംഗീകരിക്കപ്പെട്ട കാര്യമായിരുന്നു. മദ്യം ഇഷ്ടം പോലെയായിരുന്നു, ഇഷ്ടം പോലെ മദ്യപിച്ചിരുന്ന പ്രദേശമാണ് അവിടെ. പലിശ എമ്പാടും ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കൊന്ന് കുഴിച്ചു മൂടിയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വൃത്തികേടുകൾ, സാമൂഹ്യ ദുരാചാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഗോത്രത്തിന്റെ പേരിലുള്ള കിടമത്സരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ റസൂൽ പ്രാധാന്യം കൽപ്പിച്ചതും
പ്രാമുഖ്യം കൊടുത്തത് ഏതിനാണ്? അവിടെ ആ മനുഷ്യരെ മുഴുവൻ ബാധിച്ചിട്ടുള്ള ശിർക്ക്, കഅബയുടെ ചുറ്റുമുള്ള 360 ബിംബങ്ങൾ ആരാധിക്കുന്ന ശിർക്ക്, അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തത്. എന്നാൽ ഇത് നമ്മുടെ തബ്ലീഗ് സുഹൃത്തുക്കൾ എല്ലാത്തിൻ്റെയും മഹത്വം പറയുന്ന ബുക്ക് അവർ കയ്യിലുണ്ട്. നമസ്കാരത്തിന്റെ മഹത്വം, നോമ്പിന്റെ മഹത്വം, സദക്കായുടെ മഹത്വം 3 വാള്യായിട്ട് ഇറക്കിയിട്ടുള്ളത്. സദക്കന്റെ മഹത്വം, ഹജ്ജിന്റെ മഹത്വം, തബ്ലീഗിന്റെ മഹത്വം, ദിക്റിന്റെ മഹത്വം, ഖുർആന്റെ മഹത്വം. തൗഹീദിന്റെ മഹത്വം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടോ? ഇല്ല. അതിന്റെ തൗഹീദിന് അവർക്കൊരു മഹത്വം കാണുന്നില്ല. തൗഹീദിന് അവർ യാതൊരു മഹത്വവും കൽപ്പിച്ചിട്ടില്ല. ഇതിനൊക്കെ വലിയ മഹത്വം കൽപ്പിച്ച് അതൊക്കെ പ്രചരിപ്പിക്കുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, അവരാകെ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താ അറിയോ? തൗഹീദുർ റുബൂബിയ്യത്ത്. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അവനാണ് ആകാശഭൂമികളെ പടച്ചത്, അവനാണ് നമ്മളെ പോറ്റി വളർത്തുന്നത്, അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. ഇത് അബൂജഹലും കൂടി അംഗീകരിച്ച തൗഹീദാ. അത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇവരാകെ പറഞ്ഞ തൗഹീദ് എന്താ അറിയോ? നിങ്ങളെ കച്ചവടമാണ് നിങ്ങൾ ജീവിക്കുന്നത് വിചാരിച്ചാൽ നിങ്ങൾ ശിർക്ക് ചെയ്തു. ആകെ പഠിപ്പിക്കണ ശിർക്ക് അതാണ്. ഒരാൾ വിചാരിക്കാണ് എന്റെ ഉദ്യോഗമാണ് എന്നെ ജീവിപ്പിക്കുന്നത്, എന്റെ കച്ചവടം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ശിർക്കായി. അതാണ് ആകെപ്പാട് അവർ പഠിപ്പിക്കുന്ന ശിർക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയത്ത് പഠിപ്പിക്കുന്നില്ല. അമ്പിയാക്കൾ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ച തൗഹീദുൽ ഉലൂഹിയത്ത് ഇബാദത്തിലുള്ള ശിർക്കാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ നല്ല ലോകത്തിന് നാനാഭാഗത്തും ഏറ്റവും വലിയ ശിർക്ക് ഏതാ? തൗഹീദുൽ ഉലൂഹിയത്താണ്, ഇബാദത്തിലുള്ള ശിർക്കാണ്. അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തബ്ലീഗ് സുഹൃത്തുക്കളോട് ചോദിക്കുക, ഹജ്ജിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകം ഒന്ന് തരുമോ? നിങ്ങൾ വാങ്ങണം. അവരോട് ചോദിച്ചു വാങ്ങിയാലേ കിട്ടുള്ളൂ. എപ്പോഴും കിട്ടുന്ന പുസ്തകമല്ല. ഫളായിൽ അഅ്മാൽ എന്ന പുസ്തകത്തിൽ ഇതില്ല. ഈ പുസ്തകത്തിൽ മദീന സിയാറത്ത് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. 130ഓളം പേജുകളാണ് ഇതിൽ മദീന സിയാറത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ആകെ 400 ചില്ലാനം പേജുള്ള പുസ്തകത്തിലെ 130ഓളം പേജ് നീക്കിയിട്ടുള്ള മദീന സിയാറത്തിനാണ്. യഥാർത്ഥത്തിൽ ഒരാളെ ഹജ്ജുമായി മദീന സിയാറത്തിന് കാര്യമായ ഒരു ബന്ധമില്ല. ഒരാൾ മദീനത്ത് പോകാതെ ഇങ്ങോട്ട് പോന്നാലും അയാളെ ഹജ്ജിന് യാതൊരു കുഴപ്പവും സംഭവിക്കൂല. പക്ഷേ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ മദീനത്തേക്കായിട്ട് വേറൊരു പാസ്പോർട്ടും വേറെ വിസ എടുത്ത് പോകില്ലല്ലോ. അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ തന്നെ മദീനത്തും പോയിട്ട് വരും, സാധാരണ പതിവാണ്. അതുകൊണ്ട് ഹജ്ജിനെ കുറിച്ച് എഴുതിയവരൊക്കെ മദീന സിയാറത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആക്ഷേപം പറയല്ല. പക്ഷേ അദ്ദേഹം 400 ചില്ലാനം പേജുള്ള പുസ്തകത്തിൽ 130ഓളം പേജ് വിവരിച്ചത് എന്തിനാ? മദീന സിയാറത്തിൽ ജനങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ വിവരിക്കാനല്ല. മദീന സിയാറത്തിൽ കൂടുതൽ ശിർക്കും ബിദ്അത്തും എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് അദ്ദേഹം 130 പേജിൽ വിവരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ അടുക്കലും നമ്മുടെ ശൈഖന്മാരുടെ അടുക്കലും റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ വാജിബാണ് എന്നാണ്. എന്നിട്ട് അതിന് ഉദ്ധരിച്ചത് മുഴുവൻ കള്ള ഹദീസും, ഒരൊറ്റ സഹിയായ ഹദീസ് പോലും സിയാറത്ത് വാജിബാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഹനഫികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് എന്നെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നോട് പിണക്കം കാണിച്ചു. കള്ള ഹദീസ്. മൻ ഹജ്ജ ഫസാറനി ബഅദ വഫാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി. ആരെങ്കിലും ഹജ്ജ് ചെയ്തു എന്നിട്ട് എന്റെ വഫാത്തിന് ശേഷം എന്നെ സിയാറത്ത് ചെയ്യുകയും ചെയ്താൽ അവൻ ജീവിതകാലത്ത് എന്നെ സിയാറത്ത് ചെയ്തവനെ പോലെയാണ്. ജീവിതകാലത്ത് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്ത അവന്റെ ഹുക്കം എന്താ? ഓൻ സഹാബിയാണ്, അല്ലേ? സഹാബി എന്നുള്ള നിർവചനം എന്താ? മുഅ്മിനായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് റസൂലിനെ സന്ദർശിച്ച ആൾക്കാണ് എന്ത് പറയാ? സഹാബി. അപ്പൊ നമ്മൾ ഇവിടുന്ന് അമ്മൂട്ടിയാക്കി ഹജ്ജിന് പോയിട്ട് റസൂലുള്ളാഹിനെ ഖബർ സിയാറത്ത് ചെയ്ത അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമർ ഫാറൂഖിനെ പോലെയുള്ള സഹാബിയായി മാറി. കള്ള ഹദീസാ ഇത്. ഇതാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കള്ള ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ വാജിബാണെന്നാണ് സ്ഥാപിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്, ആദ്യം ഹജ്ജ് ചെയ്യണോ ആദ്യം സിയാറത്ത് ചെയ്യണോ? നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഉണ്ട് സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. അതിന് പോയാൽ സിയാറത്തും പാക്കേജും ടൂറും ഉണ്ടാവും, ഹജ്ജ് മാത്രം ഉണ്ടാവില്ല. അതതിന്റെ സ്ഥിതി. കാരണം എന്താ? തൊട്ടടുത്ത ജാറത്ത് നിന്നാ തുടങ്ങുക, അവിടെ പോയി കുമ്പിട്ട് അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങി, പിന്നെ അടുത്ത ജാറം, പിന്നെ അടുത്ത ജാറം, അങ്ങനെ ജാറങ്ങൾ ചുറ്റി തമിഴ്നാട്ടിലേക്ക് അങ്ങ് കടന്നാൽ അവിടെ ഏറുവാടി പോയി, അപ്രാപ്പാളയം പോയി, അങ്ങനെ പോയിട്ട് പിന്നെ അജ്മീർ പോയി, അവിടുന്ന് പിന്നെ അങ്ങനെ പോയിട്ട് ഇറാഖിലേക്കാണ് പോകുക. അവിടെ നജിഫും കർബലയും മൊയ്തീൻ ശൈഖിന്റെ ഖബറൊക്കെ ചുറ്റി നേരെ മദീനത്തേക്കാണ് പോവുക, മക്കത്തേക്ക് പോവില്ല. നമ്മളെ കേരളത്തിലൊരു വലിയ പ്രാസംഗികൻ, മദീനയിലേക്കുള്ള പാത മൂപ്പര് മദീനത്തേക്ക് ആളെ കൊണ്ടുപോകുള്ളൂ, മക്കത്തേക്ക് മൂപ്പര് ആളെ കൊണ്ടുപോകില്ല. അതിനിങ്ങനെ ലോറിയിലും ബസ്സിലൊക്കെ ആടുകളെ കൊണ്ടുപോകണമാതിരി ചെറുപ്പക്കാർ പോയിട്ട് കേൾക്കുക കടപ്പുറത്ത് പോയിട്ട്, റമളാൻ മാസത്തിൽ നോൽമ്പും കൂടി ഇല്ലാണ്ട്. കണ്ടോ? മദീനയിലേക്കുള്ള പാത. മക്കത്ത് കൊണ്ടുപോകണ പണി ആർക്കുമില്ല. കാരണം മദീനത്താണല്ലോ ഖബറുള്ളത്, യാറെവിടെയാണുള്ളത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യൽ വാജിബാണെന്ന് സ്ഥാപിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം നിയ്യത്താക്കി പോയാലും കുഴപ്പമില്ല എന്നാണ് മൂപ്പര് ഈ പുസ്തകത്തിൽ സ്ഥാപിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് 61 മര്യാദകളായി ഇതിന് വിവരിച്ചിട്ടുള്ളത്. എത്ര? 61. 5-6 കൂടി ഓർമ്മിക്കാൻ കഴിയൂല നമുക്ക്. ആ ഒരു നിമിഷമാണ് അതിന്റെ അടുത്ത് കിട്ടുക. പോകുന്നുണ്ടെന്ന് തള്ളിവിടുക, ആള് തള്ളിങ്ങനെ പോല. 61 വെച്ച് 6 മര്യാദ ഓർക്കാൻ നേരം ഉണ്ടാവുമോ? എന്നിട്ട് മൂപ്പര് പറയുന്നത് എന്താ അറിയോ? സാധുവ ഇനിയും തിരു ഹദ്റത്തിൽ ഹാജരാകുന്നതിന് ഇനിയും കുറെ ആദാബുകൾ വിവരിക്കാനുണ്ട്, പക്ഷെ സാധുവ എന്നെ കൊണ്ട് ഇത്രേ കഴിയുള്ളൂ. എങ്ങനെയുണ്ട്? എവിടുന്ന ഇയാൾ ഇതൊക്കെ പകർത്തി എഴുതിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട്. 61 മര്യാദ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത്. എന്തൊക്കെ മര്യാദ എന്നറിയോ? റസൂലുള്ളാഹിയെ കൊണ്ട് വസീലയാക്കി പ്രാർത്ഥിക്കണം. എന്നിട്ട് തെളിവെന്താ? പേരോട് മുസ്ലിയാർ ജാറപ്പൂജക്ക് ഉദ്ധരിക്കണം. ഇർത്തക്കബത്തു അലൽ ഖത്താനെ ന്യായീകരിക്കാൻ ഉദ്ധരിക്കുന്ന അതേ കള്ളക്കഥ. എന്താ കള്ളക്കഥ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ അത്തബി എന്ന ഒരാൾ വന്നു. എന്നിട്ട് ഒരു റിപ്പോർട്ടിൽ മണ്ണ് വാരി തലയിലിട്ടു എന്നൊക്കെയാണ്. എന്നിട്ട് ഒരായത്തോതി അള്ളാന്റെ ഖുർആനിൽ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂല വജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്? അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും എന്നിട്ട് നിങ്ങൾ അടുക്കൽ വരികയും എന്നിട്ട് അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും പാപമോചനത്തിന് അപേക്ഷിക്കുകയും റസൂലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് അപേക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്ന കരുണാനിധിയുമായി അവർ കണ്ടെത്തുന്നതാണ് എന്ന ആയത്ത് ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നബിയെ ഞാൻ നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. എന്റെ കുറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കുവാനും അങ്ങയോട് ശഫാഅത്തിനെ ചോദിച്ചുകൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് 2 വരി കവിത അദ്ദേഹം ചൊല്ലി. യാ ഖൈറ മൻ ദുഫിനതി ബിൽ ഖാഇ അഅ്ലുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഉ വഫീഹിൽ ജൂഉ വൽ കറമു. യാ ഖൈറ മൻ ദുഫിനതി ബിൽ ഖാഇ അഅ്ലുമുഹു, ഈ കുന്നിൻ പുറത്ത് എല്ലുകൾ അടക്കപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമരായവരെ. ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു, ആ എല്ലുകളുടെ സുഗന്ധം കാരണം ഈ പ്രദേശമാകെ സുഗന്ധപൂരിതമായിരിക്കുന്നു. എന്റെ നഫ്സിൽ ഫിദാഉൽ ഖബറിൻ അൻത സാകിനു, നബി അങ്ങ് താമസിക്കുന്ന ഈ ഖബറിന് എന്റെ ശരീരത്തെ പകരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിലാണ് മാന്യതയുള്ളത്, അതിലാണ് ഔദാര്യമുള്ളത്, അതിലാണ് അന്തസ്സുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അറാബി അങ്ങ് തിരിച്ചുപോയി. അപ്പൊ അത്തബി എന്ന ഒരാൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കാട്ടറബി ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അത്തബിക്ക് ഉറക്കം വന്നു. കിനാവ് കാണണല്ലോ, ഉറങ്ങണല്ലോ. അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഉറക്കം വന്നു. ഉറക്കത്തിൽ റസൂലുള്ള പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അത്തബിയോട് പറഞ്ഞു, നീ ആ അറാബിന്റെ പിന്നാലെ ചെന്നിട്ട് അയാൾക്ക് അള്ളാഹു പൊറത്തു കൊടുത്തു എന്ന് പറഞ്ഞേക്ക്. ഇതാണ് കഥ. കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ ഇങ്ങനെ ഒരു ഹിക്കായത്തുണ്ട്, ഇങ്ങനെ ഒരു കഥയുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അദ്ദേഹം അതിനെപ്പറ്റി വേറൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ പിൻബലത്തിലാണ് നമ്മളെ നാട്ടിൽ ഇർത്തകബത്തു അലൽ ഖത്ത, ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു റസൂലെ എങ്ങളോടാണ് എനിക്ക് ആവലാതി പറയാനുള്ള മങ്കൂസ് മൗലൂദിലെ വരിയെ കേരളത്തിലെ ഖുറാഫികൾ ന്യായീകരിക്കുന്നത്. അതേ കാര്യം തബ്ലീഗ് മൗലാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ന്യായീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഖബർ വെച്ചപ്പോൾ റസൂലിനോട് വസീല തേടി പ്രാർത്ഥിക്കൽ നിർബന്ധമാണ്. പറയണത് തവസ്സുലും സംഗതി ഇസ്തിഗാസയും. കണ്ടോ? തവസ്സുൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കല. ഇതിലോ ഇത് റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്നിട്ട് റസൂലിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇസ്തിഗാസയാണ്. അപ്പൊ ചോദിച്ചാ പറയേ അത് തവസ്സുലല്ലേ? തവസ്സുൽ വലിയ കുഴപ്പമില്ലാന്ന് ചില ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോട് 25 കൊല്ലം 22 കൊല്ലം തബ്ലീഗ് പ്രവർത്തിച്ച ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അദ്ദേഹം ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ ഇസ്തിഗാസനെ പറ്റി പറഞ്ഞു. അതിന് അത് ജായിസാണെന്ന് ചില ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നഊദു ബില്ലാഹ്, 22 കൊല്ലം തബ്ലീഗ് പ്രവർത്തിച്ചിട്ട് ഇസ്തിഗാസ എന്താ തവസ്സുൽ എന്താന്ന് പഠിച്ചിട്ടില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് നേരിട്ട് അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടത്, അള്ളാഹിന്റെ പടപ്പുകളോട് ചോദിക്കുക. അത് ശിർക്കാണ്, കുഫ്റാണെന്ന കാര്യത്തിൽ സംശയമല്ല. തവസ്സുൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അള്ളാഹിനോട് തന്നെ. ചെടയിൽ ആരെങ്കിലും ഹക്കോ ജാഹോ ബർക്കത്തോ ഉണ്ടാവും. ഇവര് തവസ്സുലിന്റെ മറവിൽ ഇസ്തിഗാസ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അത്തബിയുടെ സംഭവം വിവരിച്ചിട്ട് ആ കാട്ടറബി ചെയ്തതാണ് റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമമായ രീതി. എങ്ങനെയുണ്ട്? അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് റസൂലിനോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, ഖബറിന്റെ അടുക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൈകാലുകൾ അടക്കി വെച്ച് തല താഴ്ത്തി കണ്ണ് പൂട്ടി നിൽക്കണം. ഇപ്പോൾ റസൂൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു.
നിങ്ങളുടെ സംഗതികൾ റസൂൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണം. ഇതന്നല്ലേ ശിർക്ക്? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുലി എന്ന ഇബാദത്തിന് മുൻഗാമികൾ നൽകിയ നിർവചനം അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അള്ളാന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് പോലെ കയ്യും കാലും കടക്കി വെച്ച് കണ്ണ് പൂട്ടി തല താഴ്ത്തി റസൂൽ എന്നെ കാണുന്നുണ്ട്, റസൂൽ എന്നെ അറിയുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കണം. മാത്രമല്ല ഇവിടുന്ന് പോണ ആളുകളൊക്കെ സലാം കൊടുത്തയക്കലുണ്ട്. ഹജ്ജിന് വേണ്ടി യാത്ര നമ്മളൊരു സലാം പറയണട്ടോ, റസൂലിനോട് നമ്മളതൊന്ന് ഒന്ന് പറയണട്ടോ. അങ്ങനെ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞേക്കും. സുഹൃത്തുക്കളെ, നമ്മൾ നിത്യേന എന്നോണം നിസ്കാരത്തിന് സലാം പറയുന്നുണ്ട്. റസൂൽ അത് കൊടുത്തയക്കലുണ്ട് ആരെങ്കിലും? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. എന്നാ ഓരോ മഹലിന്നും ഓരോ കൊല്ലം മഹല്യരൊക്കെ പാടെ പിരിവിട്ട് നമ്മൾ ഇക്കൊല്ലം ചെല്ലിയ സലാത്തുന്ന കുഞ്ഞാമൂട്ടി കൊണ്ടോട്ടെ, ഓന് വിസക്ക് എടുത്തു കൊടുത്ത്. എന്തിനാ? മദീനത്ത് കൊണ്ടേ കൊടുക്കാൻ. എങ്ങനെ കൊണ്ടേ കൊടുക്കലുണ്ടാ? എന്താ കൊണ്ടേ കൊടുക്കാത്ത? എല്ലാവർക്കും അറിയാം സലാം അവിടെ എത്തുന്നു അല്ലേ? ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാഹിന യുബല്ലിഗുന ഉമ്മത്തി അസ്സലാം. എന്റെ അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ചില മലക്കുകളുണ്ട്, ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന മലക്കുകൾ, അവർ എന്റെ ഉമ്മത്തിന്റെ സലാം അവിടെ എത്തിക്കുന്നു. നിങ്ങൾ കൊടുത്തേക്കേണ്ട കാര്യമല്ല. ആരെ സലാമും എന്നാ ഈ തബ്ലീഗ് പുസ്തകത്തിൽ സലാം കൊടുത്തയക്കുന്നതിന് ന്യായീകരിക്കുകയാണ്. മാത്രമല്ല തബ്ലീഗുകാര് ഈ നബിയോട് പറയാനുള്ള പരാതികളൊക്കെ കടലാസിൽ എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി ഇടാനും ഈ പുസ്തകത്തിൽ പ്രേരിപ്പിക്കുന്നുണ്ട്. മദീന സിയാറത്ത് മാത്രം വായിച്ച അവർ തബ്ലീഗുകാർ ശിർക്ക് പ്രചരിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഫസായിലെ ദറൂദ് ഷരീഫ് സലാത്ത് ചെല്ലുന്നതിന്റെ മഹത്വങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഒരേ പേജുകൾ അനുബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഈ കവിത മൗലാന ജാമിയുടെ കവിതയാണ്. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താ കഥ എന്നറിയോ? ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സക്കരിയ സാഹിബിന് ഒരു ഇൽഹാം ഉണ്ടായി. മൂപ്പർക്ക് അധികം ഇൽഹാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വഹി എന്ന് പറയാൻ വയ്യാത്തോണ്ടാ. അദ്ദേഹത്തിന്റെ ഇൽഹാമുകള് അദ്ദേഹത്തിന് തോന്നി എന്ത് ഒരു കവിത ഉൾപ്പെടുത്തണം. അപ്പൊ അദ്ദേഹം ചിന്തിച്ച് ഏത് കവിതയാണ് പ്രവാചക സ്നേഹം കൊണ്ട് തുളുമ്പുന്ന ഒരു കവിത കിട്ടാൻ. അപ്പൊ അദ്ദേഹത്തിന് ഓർമ്മ വന്ന് ചെറുപ്പത്തിൽ ബാപ്പ മൗലാന ജാമിയുടെ കവിത പഠിപ്പിച്ചിട്ടുണ്ട്. ആ കവിതയെ കുറിച്ച് വാപ്പ പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്താണ്? മൗലാന ജാമി കവിത എഴുതിയിട്ട് മക്കയിലെത്തിയപ്പോ മക്കയിലെ അമീറിന് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു. ഇതാ മൗലാന ജാമി എന്ന ഒരാൾ മക്കത്ത് വന്നിട്ടുണ്ട്, ഇയാൾ ഒരു കവിത രചിച്ചിട്ടുണ്ട്. ഈ കവിതയുമായി ഇയാൾ മദീനത്ത് ചെന്ന് റസൂലുള്ളാന്റെ ഖബറിങ്കൽ വെച്ചത് പറഞ്ഞാൽ റസൂലുള്ള കൈ പുറത്തേക്കിട്ട് ഇയാൾ ആലിംഗനം ചെയ്യും. അത് കണ്ടു നിൽക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തെ മദീനത്തേക്ക് പറഞ്ഞയക്കരുത് എന്ന് സ്വപ്നം കാണിച്ചു. അത്രയും പ്രവാചക സ്നേഹം വഴിഞ്ഞു തുളുമ്പുന്ന കവിതയാണ്. അന്ന് അത് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് എന്താക്കി? അത് കൊടുത്തു. ഇത് മൂസ മൗലാന കാഞ്ഞാർ തബ്ലീഗ് ജമാഅത്തിന്റെ മരിച്ചുപോയ അമീറാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം പരിഭാഷപ്പെടുന്നത്. ഇംഗ്ലീഷിലൊക്കെ കിട്ടുന്ന പുസ്തകം. ഇതിന്റെ ഈ പദ്യത്തെ ഗദ്യ വിവർത്തനം മുഹമ്മദ് മൂസ മൗലാന കാഞ്ഞാർ, പദ്യരചന പത്തനാപുരം സാലിഹ്. കേട്ടോളി, ഇത് നബിയോട് നേർക്കുനേർ ദുആ ചെയ്യുന്ന കവിതയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്നുള്ള രീതിയിലാണ്. നബിയുടെ വിരഹ ദുഃഖത്താൽ ഞങ്ങൾ മൊത്തം കഷ്ടത്തിൽ, കരുണ കടലാം നബിയുള്ള കരുണ ചെയ്യുക ഞങ്ങൾക്ക്, യാ റഹ്മത്തല്ലിൽ ആലമീൻ. യാ റഹ്മത്തല്ലിൽ ആലമീൻ റസൂലിനെ വിളിക്കുക. റഹ്മത്തുല്ലിൽ ആലമീനായ നബിയെ, നിങ്ങൾ മരിച്ച ദുഃഖത്താൽ ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ചെയ്യണം. മുഴുവൻ യാ റഹ്മത്തുല്ലിൽ ആലമീൻ എന്നിട്ടാണ്. ചില സാമ്പിൾ മാത്രം ഞാൻ നിങ്ങൾ പറഞ്ഞു തരാണ്. ഹുജറ മുബാറക്കാമതിൽ നിന്നും തങ്ങൾ വെളിയിൽ വന്നാലും തങ്ങളുടെ പാതയെ ചുംബിച്ച ഞങ്ങളുടെ തലയിൽ ചവിട്ടേണേ, യാ റഹ്മത്തല്ലിൽ ആലമീൻ. ആ ഹുജറത്ത് നിങ്ങൾ പുറത്തു വന്നിട്ട് തങ്ങൾ ഞങ്ങളെ പാതയെ ചുംബിച്ച് ഞങ്ങളെ തലയിൽ ചവിട്ടണേ. ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകളെ പിടിച്ചാലും അനാഥകളാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ള, യാ റഹ്മത്തല്ലിൽ ആലമീൻ. ഇങ്ങനെ മുഴുവൻ അവസാനം വരെയും സുഹൃത്തുക്കളെ കരുണ ചെയ്യുക നബിയുള്ള, മാപ്പ് നൽകുക നബിയുള്ള, അനുഗ്രഹമഴയാം നബിയുള്ള, ദുആയും ചെയ്യണ നബിയുള്ള എന്നിങ്ങനെ പറഞ്ഞ് നബിയോട് പ്രാർത്ഥിക്കുന്ന കവിതയാണ് 1984 രചിച്ച് ഇന്നോളം തബ്ലീഗുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ റസൂലിനോട് പ്രാർത്ഥിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം തബ്ലീഗുകാർ ശിർക്കൊന്നും പ്രചരിപ്പിക്കല്ല, ചെറിയ ചില കള്ളക്കഥകൾ അതൊക്കെ അത്യാവശ്യം എന്ന് പറയുന്ന, അങ്ങനെയാ ഞാനും ഇത് വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ല.
ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ശരിക്കും ഇവർ ജനങ്ങളെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, മാത്രമല്ല ഇതേ ഇടക്കിടക്ക് പ്രാർത്ഥിക്കുമ്പോൾ മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഈ ദുആ കബൂലാക്കണേ, മഹാന്മാർ ബർക്കത്ത് കൊണ്ട് എൻ്റെ ഈ ദുആ ഫാബിയായ എൻ്റെ ഈ ദുആ സ്വീകരിക്കണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. ഇവരോട് ചോദിച്ചാൽ പറയും തവസ്സുൽ അംഗീകരിക്കപ്പെട്ടു എന്നാണല്ലോ ചില ആലിമീങ്ങൾ പറയുന്നത്. ശരിയാണ്, തവസ്സുൽ ശരിയായ തവസ്സുലുണ്ട്, തെറ്റായ തവസ്സുലുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ശരിയായ തവസ്സുൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ തേടണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താ? മാ യുഖർരിബുകും ഇലൈഹി മിൻ തഅതിഹി. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുക. അവൻ വിരോധിച്ച കാര്യങ്ങളെ വെടിഞ്ഞു നിന്ന് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ച് അവനിലേക്ക് അടുക്കുക. ഇതാണ് ഇസ്ലാം അംഗീകരിച്ച തവസ്സുൽ. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്ത അമലുകൾ എടുത്തു പറയാ. ഇപ്പൊ ഗുഹയിൽ അകപ്പെട്ട 3 ആളുകൾ നിങ്ങൾ കേട്ടില്ല, ഒരു പാറക്കല്ല് വന്ന് അടഞ്ഞു, എന്നിട്ട് അവർ ഓരോരുത്തരും ചെയ്ത അമലുകൾ എടുത്തു പറഞ്ഞു. അത് അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ കബൂലാകാൻ വേണ്ടി, പടച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നിന്റെ പ്രീതി ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്തതെങ്കിൽ എനിക്ക് ഈ ദുആക്ക് ഉത്തരം ചെയ്യണേ എന്ന് പറയാ. അത് അംഗീകരിക്കപ്പെട്ട തവസ്സുലാണ്, ആർക്കും തർക്കല്ല. അതുപോലെ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ കൊണ്ടുള്ള തവസ്സുൽ അതും അംഗീകരിക്കപ്പെട്ടതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. റസൂൽ പറഞ്ഞല്ലോ, ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, നിന്റെ റഹ്മത്തിൽ ഞാനിതാ സഹായം തേടുന്നു. അപ്പൊ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവന്റെ പേരുകൾ, അവന്റെ വിശേഷങ്ങൾ എടുത്തു പറയാം. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പേരൊന്നും പറഞ്ഞാൽ മനസ്സിന് സമാധാനം കിട്ടൂല. അപ്പൊ കൂടുതൽ ഗഫൂറായ റബ്ബേ, റഹീമായ റബ്ബേ, തവ്വാബായ റബ്ബേ എന്നിങ്ങനെ പടച്ചവന്റെ പേരുകൾ ഇങ്ങനെ എടുത്തു പറയുന്ന തവസ്സുൽ അതും അംഗീകരിക്കപ്പെട്ട രണ്ടാമത്തെ തവസ്സുൽ. മൂന്നാമത്തെ തവസ്സുൽ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് അമല് കൊണ്ടുള്ള തവസ്സുൽ ആളുകൾക്ക് പരിചയമില്ലാത്തതാണ്. അത് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ നമ്മൾ ചെയ്ത അമലുകൾ എടുത്തു പറയുന്നതും അതുപോലെ അവന്റെ അസ്മാകളും സിഫാത്തും എടുത്തു പറയുന്നതും ആളുകൾക്ക് പരിചയമില്ലാത്ത മറ്റ് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഒരാളോട് പോയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക അല്ലെ? നമ്മൾ പരസ്പരം കാണുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി ഇന്ന് ദുആ ചെയ്യണം, എൻ്റെ കുട്ടിക്ക് സുഖമില്ല. അപ്പം ഞാൻ അങ്ങോട്ടും പറയുന്നത്, നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്ത്, എനിക്ക് പനിയുണ്ട്, വിഷമമുണ്ട്, പ്രസംഗിക്കാനൊന്നും കഴിയുന്നില്ല. ഇത് പരസ്പരം ചെയ്യാവുന്നതാണ്. എല്ലാ ആളുകളും പരസ്പരം ദുആ ചെയ്യുക, ഇതും ഒരു തവസ്സുലാണ്. ഇത് ജീവിതകാലത്ത് മാത്രം. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിനോട് പോയിട്ട് നബിയെ മഴ കിട്ടാതെ വിഷമിപ്പിക്കുന്നു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. റസൂൽ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, മഴ പെയ്യുന്നു. പിന്നെ മഴ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ നബിയെ മഴ കൊണ്ട് ബുദ്ധിമുട്ടി ഒന്ന് പ്രാർത്ഥിക്കണം, മഴ നിൽക്കാൻ വേണ്ടി. അപ്പൊ നബി പ്രാർത്ഥിക്കുന്നു. ഇത് ജീവിച്ചിരിക്കുന്ന കാലത്ത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മഴ കിട്ടാതായപ്പോഴോ റസൂലുള്ളാഹിന്റെ ഖബറും കടുക്ക പോയില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് ദുആ ചെയ്യിക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോ അംഗീകരിക്കപ്പെട്ട തവസ്സുലുണ്ട്. പക്ഷെ അംഗീകരിക്കപ്പെട്ട തവസ്സുലിന്റെ മറവിൽ ജാഹിലിയ്യ കാലത്തെ തവസ്സുൽ, മരിച്ച മഹാന്മാരെ കൊണ്ട തവസ്സുൽ ന്യായീകരിക്കാണ് തബ്ലീഗ് മൗലാന ചെയ്തിട്ടുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ റദ്ദുൽ വഹാബിയ എന്ന പുസ്തകം കേരളത്തിൽ ഇറങ്ങിയിരുന്നു. വഹാബി ഖണ്ഡനം. അതിന് വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ വസീല തേടണം എന്നതിന് ഇവിടെ രൂപം തിരിഞ്ഞു കാണുന്ന ദവാത്താകുന്ന തടികളാണ് ഉദ്ദേശം എന്നെഴുതി. രൂപം തിരിഞ്ഞു കാണുന്ന ദവാത്താകുന്ന തടികളാണ് തവസ്സുല്. അപ്പൊ ആരാ പറഞ്ഞു? കല്ലായി പാലത്തിങ്ങ പോയിട്ട് താഴത്തേക്ക് നോക്കിയാൽ മതി, അപ്പൊ കാണുന്നു രൂപം തിരിഞ്ഞു കാണുന്ന ദവാത്താകുന്ന തടികൾ. മരക്കച്ചവടമുള്ള സ്ഥലമാണല്ലോ കല്ലായി പാലത്തിങ്ങ. യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിച്ചറിയോ? ഔലിയാക്കന്മാരെ കൊണ്ട തവസ്സുല ഉദ്ദേശിച്ചത്. അത് അങ്ങനെ തന്നെ തബ്ലീഗ് മൗലാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ദറൂദ് ഷരീഫ് തന്നെ 34-35 പേജിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ലിനബിയിക അലൈഹിസ്സലാം വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിർ ലഹുമുർ റസൂല വജദല്ലാഹ തവ്വാബർ റഹീമ വഇന്നി ഖദ് അതൈതു നബിയക മുസ്തഗ്ഫിറൻ. കണ്ടോ, ദുആയുടെ രീതി വിശദീകരിച്ചുകൊണ്ട് ഇയാൾ പറയാം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തുനിന്ന് ഇപ്രകാരം ഓതണമെന്ന നബിയെ, ഞാൻ നിങ്ങളടുക്കൽ വന്നിരിക്കുന്നു മുസ്തഗ്ഫിറൻ, പൊറുക്കലിനെ തേടിക്കൊണ്ട്. ഫഅസ്അലുക അൻ തൂജിബലിയൽ മഗ്ഫിറത കമാ ഉജബ്തഹാ ലിമൻ നതാഉ ഫീ ഹയാതിഹി. തങ്ങളുടെ ജീവിതകാലത്ത് അവിടെ വന്നവർക്ക് മഗ്ഫിറത്ത് കിട്ടിയതുപോലെ എനിക്കും മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക, പടച്ചവനെ നിന്റെ നബിയെ കൊണ്ട് ഞാൻ ഇതാ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്ന് പറയണം. കണ്ടോ, ഇതിൽ മുഴുവനും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ പുസ്തകത്തിന്റെ
69-ാമത്തെ പേജിൽ പ്രാർത്ഥനയുടെ മര്യാദകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, വഅൻ യതവസ്സല ഇലല്ലാഹി തആല ബിഅംബിയാഇഹി വസ്സാലിഹീന മിൻ ഇബാദിഹി. കണ്ടോ, അള്ളാഹുവിലേക്ക് അവന്റെ അമ്പിയാക്കളെ കൊണ്ട് തവസ്സുൽ കരസ്ഥമാക്കണം, ഇട തേടണം. വസ്സാലിഹീന മിൻ ഇബാദിഹി, അതിന്റെ അർത്ഥം മൂപ്പര് പറഞ്ഞിട്ടില്ല, കട്ടതാണ്. സാലിഹീകളെ കൊണ്ടും. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോ അമ്പിയാക്കളെയും സാലിഹീങ്ങളെയും ഇടയിൽ നിർത്തി പ്രാർത്ഥിക്കണം. അതാണ് അദബുള്ള ദുആ. അപ്പൊ അമ്പിയാക്കളെ നിർത്താതെ നേർക്ക് നേരെ പടച്ചോനെ രക്ഷിക്കണേ, അള്ളാഹുവേ എന്നെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത് അതബില്ലാത്ത ദുആയാണ്. അതബില്ലാത്ത ദുആ അല്ലാഹ് സ്വീകരിക്കുമോ? കണ്ട നിങ്ങള് ഇപ്പൊ ഇവര് ഖുറാഫാത്ത് ഉണ്ടോ അല്ലേ? ഇസ്തിരിട്ട സുന്നികൾ ഇവര് ഖുറാഫാത്ത് രക്ഷപ്പെട്ടിട്ടില്ല. ആ ഖുറാഫാത്ത് തന്നെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് ഈ പുസ്തകങ്ങളിലൊക്കെ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി, പ്രമാണങ്ങളിലുള്ള വ്യത്യാസം, ദഅവത്തിന്റെ മൻഹജിലുള്ള വ്യത്യാസം. ഇവരെ ദഅവത്ത് നബിമാരെ ദഅവത്തല്ല. നബിമാർ ഊന്നി പറഞ്ഞ തൗഹീദിനെ കുറിച്ച് ഇവർ ജനങ്ങളോട് പറയുന്നേയില്ല. മാത്രമല്ല ശിർക്കിലേക്ക് നയിക്കുന്ന തഅലീം കിതാബുകളാണ് ഇവർ ലോകത്തുടനീളം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരെ കൂടെ ഹജ്ജിന് പോയാൽ ഹജ്ജ് കിട്ടൂല എന്ന് പറയാൻ കാരണം. ഇതാ ഈ പുസ്തകം 400 ചില്ലാനം പേജുള്ള ഈ പുസ്തകം വായിച്ച ഹജ്ജിന്റെ മഹത്വങ്ങള്, പക്ഷെ ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മാത്രം മനസ്സിലാവൂല. അതതിന്റെ പ്രത്യേകത. ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ട് എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് മാത്രം മനസ്സിലാവില്ല. എല്ലാത്തിൻ്റെയും മഹത്വം ഉണ്ട്. ഹജറുൽ അസ്വദിന്റെ മഹത്വം, അറഫന്റെ മഹത്വം, മക്കന്റെ മഹത്വം, മദീന ഒക്കെ മഹത്വം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ മഹത്വമൊക്കെ മനസ്സിലാക്കി എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത് അത് മാത്രം അവർ പഠിപ്പിക്കുന്നില്ല. കാരണം അത് അവർ അജണ്ടയിൽ പെട്ടതല്ല. അത് ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സുന്നത്തുകളെ ജനങ്ങളെ പഠിപ്പിക്കലാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജനങ്ങളെ പഠിപ്പിക്കുക, ബിദഅത്തുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റുക. എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാർ പല സുന്നത്തുകളും അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. താടി വളർത്താത്തവർ തബ്ലീഗിന് പോകാൻ തുടങ്ങിയ താടി വളർത്താൻ തുടങ്ങും, കഴിയുന്നതും വെള്ളക്കുപ്പായം ധരിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേസ്റ്റ് ആകാതിരിക്കാൻ സൂക്ഷിക്കും, വലത് കൈ കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ അതേ സമയത്ത് ഒരുപാട് ബിദഅത്തുകൾ അറിഞ്ഞോ അറിയാതെയോ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കാര്യം പറയാം, മുസാഫത്ത് ചെയ്യുമ്പോൾ ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ ഒരു കൈ പിടിക്കലാണ് നബിന്റെ രീതി. ഇവരെന്ത് 2 കൈയും പിടിക്കും. ഇത് നബി പഠിപ്പിച്ചിട്ടില്ല. 2 കൈയും പിടിച്ചപ്പോൾ കൈ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങോട്ട് വരെ എത്തും. സ്നേഹം പ്രകടിപ്പിക്കും, വിനയം കാണിക്കലാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ നബി പഠിപ്പിച്ചിട്ടില്ല. നബി 2 കൈ പിടിച്ചിട്ട് മുസാഫ ചെയ്തിട്ടില്ല. മുസാഫ ചെയ്യുമ്പോൾ ഒരു കൈയാ പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഷെയ്ക്കൻഡ് ചെയ്തിട്ട് നെഞ്ചത്ത് ഇങ്ങനെ ആക്കും. ഇത് എവിടുന്ന് കിട്ടിയതാ? ഷെയ്ക്കൻഡ് ചെട്ട് പിന്നെ നെഞ്ചത്ത് ഇങ്ങനെ ആക്കുന്നത് എന്തിനാ? നബി പഠിപ്പിച്ചിട്ടില്ല അത്. അപ്പൊ അത് മുതൽക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് അവിടുന്ന് കിട്ട അവരെ രീതികള് നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഭക്ഷണ കാര്യത്തിൽ വസ്ത്രധാരണം, വസ്ത്രമൊക്കെ ശരിക്കും കയറ്റി കൊടുക്കും. തബ്ലീഗിന് ചില ഉണ്ട്, തബ്ലീഗിന് മുമ്പ് മാത്രം കയറ്റി കൊടുക്കും, പിന്നെ പഴയ പാൻറ് തന്നെ. അത് ശരിയല്ല. എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ചില സുന്നത്തുകളൊക്കെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ബിദ്അത്തുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് നിസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-കണക്കിന് വഖ്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും റസൂൽ അവിടെ ഇരിക്കുകയും ബാക്കിലുള്ള മഅ്മൂമീങ്ങൾ റസൂലിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയും ചെയ്ത് ഫർള് നിസ്കാര ശേഷം സംഭവിച്ചിട്ടേ ഇല്ല, ഒരിക്കൽ പോലും. പക്ഷേ തബ്ലീഗുകാരെ പള്ളിയിൽ അത് വളരെ കേവലമായി തന്നെ നടന്നു വരുന്നു. ഒരു തബ്ലീഗ് മൗലാനയും അതിനെ എതിർക്കുകയില്ലെന്ന് മാത്രമല്ല, എന്തിനാ അതിനെ എതിർക്കുക? അത് പ്രാധാന്യമുള്ള കാര്യമായി കൊണ്ട് നടക്കുക ചെയ്യുന്നത്. അതുപോലെ മൗലിദ് ആഘോഷം, ഇവരെ വലിയ മർക്കത്തുള്ള സ്ഥലമാണ് കായംകുളം. കായംകുളത്ത് ഞാൻ ഒരിക്കൽ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് പ്രസംഗത്തിന് പോയപ്പോൾ അവിടെ മീലാദ് കമ്മിറ്റി ഉണ്ട്. മീലാദ് കമ്മിറ്റിന്റെ നേതൃസ്ഥാനത്തുള്ള തബ്ലീഗുകാരാ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, ഷാഫികൾ, AP, EK ഒക്കെ ഉണ്ട്. മുജാഹിദ് അല്ലാത്ത എല്ലാവരും ഉണ്ട് മീലാദ് കമ്മിറ്റിയിൽ. എന്താ കാരണം? മൗലിദ് ആഘോഷത്തിന്റെ കാര്യത്തിൽ അവരൊന്നാണ്, റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ കാര്യത്തിൽ അവരൊന്നാണ്. പക്ഷേ ഒരിക്കലും തന്നെ നമുക്കത് യോജിക്കാൻ പറ്റില്ല. അതുപോലെ മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ ഖുർആനിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ തബ്ലീഗ് മൗലാന ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ കുറിച്ച്, അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നതിനെ കുറിച്ച് ദിക്റിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഖുറാഫികൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഏതാണ്ട് നമ്മളെ തബ്ലീഗ് മൗലാന്റെ പുസ്തകത്തിൽ തെളിവുണ്ട്. അപ്പൊ ഒരു ഖുറാഫി ഇപ്പൊ തബ്ലീഗായ ഓന്റെ ഒന്നും മാറ്റേണ്ടതില്ല. ഓന്റെ തവസ്സുലും ഓന്റെ ഇസ്തിഖാദയും, ഓന്റെ തൊപ്പിയൊക്കെ നിട്ട് കുറച്ച്
മുസ്ലിംമാർക്ക് പൈസ എടുത്ത് പ്രസംഗിപ്പിച്ചതിന് പകരം ഓനും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉറുദി പറയാൻ പഠിക്കുന്നല്ലാതെ വേറെ ഒരു മാറ്റം ഒരു ഖുറാഫി തബ്ലീഗ് പോയാൽ ഉണ്ടാവില്ല. എന്നാൽ ഒരു സലഫി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവൻ അടിമുടി മാറിയാൽ മാത്രമേ അവനൊരു തബ്ലീഗുകാരനാകാൻ പറ്റുള്ളൂ. കാരണം അതുവരെ കള്ളക്കഥകൾ കേൾക്കുമ്പോൾ മനംപരട്ടിലുണ്ടായിരുന്ന സലഫിക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ല, ഇതൊക്കെ മഹാനായ മൗലാന അവറുകൾ എഴുതിയിട്ടുള്ളതാണ്, ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ എന്ത് കേട്ടാലും മനംപരട്ടിൽ കൂടാതെ അത് അംഗീകരിക്കാവുന്ന നിലവാരത്തിലേക്ക് പോകണം. തബ്ലീഗ് ജമാഅത്ത് വന്ന ജമാഅത്തിലുള്ളവരെ പരസ്പരം പരിചയപ്പെടുത്തും. ഇയാള് ഡോക്ടർ, ഇയാള് വക്കീല്, ഇയാള് ജസ്റ്റിസ്, ഇയാള് വലിയ കച്ചവടക്കാരനാണ് അവിടുത്തെ, ഇയാള് ട്രാവൽ ഏജന്റ്, ഇയാളവിടുത്തെ മൃഗ ഡോക്ടർ. അങ്ങനെ കണ്ട് നാട്ടിലെല്ലാ യൂണിവേഴ്സിറ്റി ലെക്ചർ ഉണ്ടാവും, പ്രൊഫസർ ഉണ്ടാവും. അപ്പൊ കേൾക്കുന്നവർക്ക് ഡോക്ടർ, എഞ്ചിനീയർ എല്ലാരും ദൈവത്തിന് ഇറങ്ങണിട്ടോ. എന്നിട്ടോ ഈ കള്ളക്കഥയൊക്കെ കേട്ടിട്ട് തലയാട്ടി കൊടുക്കുക. അതാണ് ഡോക്ടറിങ് എഞ്ചിനീയറിങ് നിലവാരം. കണ്ടോ, ഒരു കഥയുണ്ട്. ഒരിക്കലിങ്ങനെ ഇതിന്റെ കഥകളെ കൂട്ടത്തിൽ ഒരു കഥ പറയാ, ചില ആൾക്ക് ഉറക്കം എന്നോട് പറയാ. ഇതിലുള്ളൊരു കഥയാണ്. ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുത്തനിങ്ങനെ കിടന്നിങ്ങനെ പൊളയുന്നുണ്ട്, ആകെ ഞെളിഞ്ഞു പിരിയുന്നുണ്ട്. വടക്കേ മലബാർ ഒരു മൂരി നിവരാന്നൊക്കെ പറയില്ല, അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോ മറ്റവന് മനസ്സിലായി ഇവന്റെ ഉമ്മാനെ നരകത്ത് കണ്ടിട്ടാണ് ഇവൻ ഈ ഞെളിഞ്ഞു പിരിയുന്നത്. അപ്പൊ ഇവൻ ഈ കണ്ടോന് ഇവൻ 70,000 ദിക്ർ കുറെ ചൊല്ലി വെച്ചിട്ടുണ്ട് കെട്ടുകെട്ടായിട്ട്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവന്റെ ഒരു 70,000 കെട്ടിന്റെ കൂലി മറ്റവന്റെ ഉമ്മാന്റെ അക്കൗണ്ട് കിട്ടൊരൊറ്റ മാറ്റല്. അതോടുകൂടി അവൻ ഉഷാറായി. നോക്കണം. എന്നിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് വിഷമിച്ചത്. നിങ്ങൾ ഉമ്മാനെ നരകത്ത് കണ്ടിട്ടല്ലേ. ഞാൻ എൻ്റെ 70,000 ഒരു കൂലി നിങ്ങളുമ്മ കൊടുത്തു, നിങ്ങളുമ്മ രക്ഷപ്പെട്ടു. ശരി. ഇത് ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ തലയാട്ടി കൊടുക്കുക. എന്തെല്ലാം പൊട്ടത്തരങ്ങളതിലുണ്ട്. ഇവന് നരകത്ത് കാണാൻ പറ്റുമോ? ഈ സാധാരണക്കാരനായി ഈ ചങ്ങായിക്ക് നരകത്ത് കാണാൻ പറ്റും? അള്ളാന്റെ റസൂലിന് നരകം കാണിച്ചു കൊടുത്തപ്പോ സഹാബികൾ കണ്ടിട്ടില്ല. ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂല് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ആഞ്ഞ് കാണിക്കുന്നത് പോലെ സഹാബികൾ ചോദിച്ചു, എന്താണ്? എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു നമസ്കാരത്തില്. സ്വർഗത്തിലെ കായികനികൾ എന്റെ കയ്യെത്താവുന്ന തരത്തിലെത്തി. ഞാനൊന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വിശപ്പേ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ സഹാബികൾ കണ്ടില്ല എന്നുള്ള ഇതിന്റെ അർത്ഥം അല്ലെ. നേരെ പിന്നിൽ കൊണ്ടത് കണ്ടില്ല. മറ്റൊരിക്കൽ നബി നിസ്കാരത്തിൽ നിങ്ങനെ പിന്നോട്ടാഞ്ഞു. എന്താന്ന് ചോദിച്ചു, എനിക്ക് നരകം കാണിക്കപ്പെട്ടു, നരകത്തിന്റെ ജ്വാല എന്റെ നേരെ വന്നപ്പോ ഞാൻ പിന്നോട്ട്. സഹാബികൾ കണ്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, സഹാബികൾക്ക് പോലും സ്വർഗവും നരകവും റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച കാലത്ത് പോലും കാണാൻ പറ്റിയില്ല. എന്നിട്ട് ചങ്ങായി എന്ത് ചെയ്തു, നരകത്തിൽ ഓന്റെ ഉമ്മാൻ്റെത് കണ്ടു. എന്നിട്ടോ അപ്പൊ തന്നെ അവന് മനസ്സിലായി എന്താണ്, അമല് കുറഞ്ഞിട്ടില്ല കളിയാന്ന്. അപ്പൊ ഇവന്റെ അമല് നേരെ അങ്ങോട്ട് മാറ്റി. സുഹൃത്തുക്കളെ, ഈ അമലുകൾ ഹദിയ ചെയ്യല് തബ്ലീഗുകാരെ പുസ്തകത്തിൽ നിറയെ ഇത് സംബന്ധമായ കള്ളക്കഥകളാണ്. ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ദയൂബന്ദു ഉലമാക്കളെ പന്താവ് എന്ന പേരിൽ പി മുഹമ്മദ് ഇസ്ഹാഖ് മൗലവി എന്ന് പറയുന്ന ഒരു തബ്ലീഗിന്റെ നേതാവുണ്ട്. അതിൽ തബ്ലീഗിന്റെ മസ്ലക്ക് എന്താണ്, തബ്ലീഗുകാരെ മാർഗം എന്താണെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ ഉസ്താദന്മാരടുക്കലും ഒരാൾ ചെയ്ത അമലിന്റെ കൂലി മറ്റൊരാൾക്ക് ഹദിയ ചെയ്യൽ അംഗീകരിക്കപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, എന്റെ അക്കൗണ്ടിൽ വന്നാലല്ലേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നിസ്കരിച്ചു, നോമ്പെടുത്തു, സത്യം പറഞ്ഞു, ഇതിന്റെയൊക്കെ കൂലി എനിക്ക് കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? കിട്ടിയെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ്. അവിടെ ചെല്ലുമ്പോ കാണാൻ കിട്ടിയണോന്ന് അല്ലേ. അപ്പൊ അവനാന്റെ അക്കൗണ്ടിൽ വരാത്തെങ്ങനെ മറ്റൊരാളെ അക്കൗണ്ടിലേക്ക് മാറ്റല്? മാത്രമല്ല 70,000 ദിക്ർ പറഞ്ഞ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ഇസ്ലാമിൽ പഠിപ്പിച്ച ദിക്റുകളിൽ ഏറ്റവും കൂടുതൽ എണ്ണം കൂടുതലുള്ളത് 200 വട്ടാണ്. 200 തവണ. 200 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 100 തവണ, വൈകുന്നേരം 100 തവണ. ഇതാണ് സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ട ഏറ്റവും. ഇപ്പൊ 70,000 ദിക്ർ ആരുണ്ടാക്കിയതാ? കള്ള സൂഫികൾ ഇസ്ലാമിൽ ഉണ്ടാക്കിയത്. അതിനങ്ങനെ തന്നെ ന്യായീകരിക്കാണ് തബ്ലീഗ് മൗലാന ചെയ്തത്. ശരിയായ സൂഫിസമാണ് തബ്ലീഗിസം എന്ന് പറഞ്ഞാൽ. സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായി ലോകത്തുടനീളം സൂഫിസം കുഴിച്ചുകൂടപ്പെട്ടു. അതിനെ വീണ്ടും മാന്തി പുറത്തെടുത്ത് തബ്ലീഗ്, ഇഖ്ലാസ്, ദഅവത്ത് എന്നൊക്കെ പേര് പറഞ്ഞ് ലോകത്തുടനീളം പ്രചരിപ്പിക്കാൻ തബ്ലീഗ് ജമാഅത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് തബ്ലീഗിന്റെ തനിനിറം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കൽ. കാരണം സൂഫിസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് തബ്ലീഗിന്റെ വളർച്ചയിലൂടെ ലോകം കാണുന്നത്. സൂഫിസം നശിച്ച് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ വീണ്ടും പൊടിതട്ടി ജീവൻ വപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനാണ് തബ്ലീഗുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ തബ്ലീഗുകാരെ കയ്യിലുണ്ടാവും ഒരു മാല, തസ്ബി അല്ലേ. ഹജ്ജിനൊക്കെ പോയാൽ കാണാം അവിടെ തസ്ബി മാലന്റെ കച്ചവടം എമ്പാടും. സൗദി അറേബ്യ യഥാർത്ഥത്തില്
പല കാര്യങ്ങളിലും ഒരു അയഞ്ഞ നിലപാട് സ്വീകരിച്ച കൂട്ടത്തിൽ ഒന്നാണത് ഈ തസ്ബീഹ് മാലന്റെ കച്ചവടം. യഥാർത്ഥത്തിൽ അള്ളാന്റെ റസൂല് മാല കൊണ്ട് ദിക്റിന് എണ്ണം പിടിച്ചിട്ടില്ല, കൈകൊണ്ട് എണ്ണം പിടിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുഹാജിർ വനിതകളോട് റസൂലുള്ള പറഞ്ഞത് കാണാം, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ് വഅഖദ്ന ബിൽ അനാമിലി ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ മുസ്തൻതിഖാത്തുൻ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ്, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, വതഖ്ദീസ് അതുപോലെ അല്ലാഹുവിനെ പരിശുദ്ധി വാഴ്ത്തി പറയണം, വഅഖദ്ന ബിൽ അനാമിലി വിരലുകൾ കൊണ്ട് നിങ്ങൾ എണ്ണം പിടിക്കണം. കണ്ടോ, ഫഇന്നഹുന്ന മസ്ഊലാത്തുൻ, ഈ വിരലുകൾ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, മുസ്തൻതിഖാത്തുൻ, അല്ലാഹു അവരോട് സംസാരിക്കാൻ ആവശ്യപ്പെടും. കണ്ടോ, അപ്പൊ പടച്ചവനെ ഈ വിരൽ കൊണ്ടാണ് ഇവർ ദിക്ർ ചൊല്ലിയെന്ന് സാക്ഷി പറയും. പക്ഷേ ഈ മാല സാക്ഷി പറയുന്ന എവിടെയില്ല. തസ്ബീഹ് മാലിനെ ന്യായീകരിക്കാൻ കള്ള റിപ്പോർട്ടുകൾ മൗലാന എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ വിവരിക്കാൻ സമയമില്ലായിട്ടാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴക്കുരു കൊണ്ട് ദിക്ർ പിടിച്ചിരുന്നു എന്നും ഒരു ചാക്ക് നിറയെ ഈത്തപ്പഴക്കുരു കൊണ്ട് അബൂ ഹുറൈറ തന്നെ നടക്കലെന്നാ. പലരും ചെന്നാൽ അപ്പം അതങ്ങോട്ട് ചെരിയും പുറത്തേക്ക്, എന്നിട്ട് ദിക്ർ ചൊല്ലി ചാക്കിലേക്ക് ഇടുന്നു. നബിന്റെ ഭാര്യമാരെ കുറിച്ച് അങ്ങനത്തെ കള്ള റിപ്പോർട്ടുകൾ ഇയാൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തിനേറെ കള്ള ഹദീസുകളെന്ന് മുഹദ്ദിസുകൾ ഒന്നായിട്ട് അംഗീകരിച്ചതാണ്. നിഅമൽ മുദക്കിറു സുബ്ഹ, ജപമാല ഓർമ്മിക്കാൻ എത്ര ഉത്തമം. ഇത് തബ്ലീഗുകാരെ വാക്കിലും നാക്കിലും ഉണ്ടാവും. എന്തിനാണ് ഒരു മാല? എനിക്ക് അത് ഈ മാല ഉണ്ടായാലേ നമുക്ക് ദിക്ർ ചെല്ലണം ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനാണ് ഒരു ദിക്റിന്റെ കിതാബ് ചെറിയത് തീപ്പെട്ടിന്റെ വലിപ്പത്തിലാക്കി കൗത്തിലിട്ടാൽ മതിയല്ലോ, നാ നോക്കുകയും ചെയ്യണം. ഇങ്ങനെ ദിക്ർ ചെല്ലാൻ ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരുണ്ടാക്കുക. എന്നാൽ റസൂൽ പറയില്ല ദിക്ർ ചെല്ലാൻ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങളൊരു മാലയും കൊണ്ട് നടക്കണമെന്ന്. റസൂലിന്റെ കാലത്ത് മാല കിട്ടായിട്ട് ആ മണിമാല അന്നുണ്ട്. എന്താ നബി കാണിച്ചു തരായിരുന്നേ? ഇപ്പൊ ചില ആളുകളിലുണ്ട് ഒരു കയ്യും ഇട്ടിട്ടൊരു ചെറിയ കിടും കിടുകിടും എന്നിട്ട് ഞാൻ നോക്കും അപ്പൊ എത്രയായി. കമ്പ്യൂട്ടർ ദിക്ർ. ആ നമ്മൾ സലാം പറഞ്ഞാൽ മടക്കാനും കൂടി ഒന്നും നേരില്ല, തല ഇങ്ങനെ ആട്ടും. സലാം അലൈക്കും എന്താ അപ്പോഴത്തിന് വിസ്മൃതിയായി. ഇപ്പൊ അള്ളാഹിനെ പറ്റി ഓർമ്മ വിട്ടുപോകില്ലേ? അബൂബക്കറിനെ കണ്ട അബൂബക്കറിനെ ഓർമ്മിച്ചു, അപ്പൊ അബൂബക്കറിന്റെ കാറിനെ ഓർമ്മിച്ചു, അപ്പൊ അവന്റെ എസ്റ്റേറ്റിനെ ഓർമ്മിച്ചു. അതുകൊണ്ട് അത് വേണ്ട കിടുകിടും കിടും. ഇത് ജപ്പാൻകാരോ ഇറ്റലിക്കാരോ മറ്റോ ഈ കപ്പലിൽ നിന്ന് ചാക്കിറക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. കപ്പലിൽ 10,000 ചാക്ക് ഉണ്ടാവില്ലേ? അപ്പോ ഇതിങ്ങനെ എണ്ണം പിടിച്ചാൽ ശരിയാവില്ല. അപ്പൊ ഒരു ചാക്കേറ്റ് ഒരു തൊഴിലാളി ഇറങ്ങുമ്പോൾ കിടും, അടുത്ത ഇറങ്ങുമ്പോൾ കിടും, അവസാനം നോക്കാം ഒത്ര ചാക്ക് ഉച്ചോളം എത്ര ചാക്ക്. ഇത് ചാക്കിറക്കാൻ ഉണ്ടാക്കിയ സാധനം ഇപ്പൊ എന്തിനാ ഉപയോഗിക്കണത്? ദിക്ർ ചെല്ലാനാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇത് ഈ ലോകത്തുടനീളം ഈ തസ്ബീഹ് മാല പ്രചരിപ്പിച്ചത് വരാം. ഇപ്പൊ നമ്മളെ ചില ആളുകളെയും കാണാം കാറിലെടുത്ത് തസ്ബീഹ് മാല. എന്താ ചിക്കത്? ഒന്നുമില്ല, വെറുതെ എന്ത് പറഞ്ഞ വലിച്ചു പൊട്ടിച്ചു കളയണത്, വെറുതെ വെച്ച് വെറുതെ ആണെങ്കിൽ ഇതിനേക്കാൾ കൗതുകൾ എന്തെല്ലാം സാധനം ഉണ്ട് കാറിൻ്റെ ഉള്ളിൽ വെക്കാൻ. ഈ മാല വേണം. അപ്പൊ അതിനോടൊരു അത് സൂഫികൾ ഉണ്ടാക്കിയതാണ് ഈ ജപമാല. ഇസ്ലാമിൽ ജപമാല ഇല്ല. ഇസ്ലാമിലേക്ക് സന്യാസം കടത്തിക്കൂട്ടാൻ ശ്രമിച്ച സൂഫികളാണ് യഥാർത്ഥത്തിൽ ഈ ജപമാല കൊണ്ടുവന്നത്. ഈ ഹൈന്ദവ സന്യാസിമാർക്ക് രുദ്രാക്ഷമാലയുണ്ട് അല്ലേ?